നാട്ടിൽ നിന്ന് വന്ന ആ ഒരു വീക്കം മാറാനുള്ള കഠിന ശ്രമത്തിലാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി വാങ്ങിയ ഫിഷാണ്. വീക്കം എന്ന് പറയുമ്പോൾ മനസ്സിലായില്ലേ, തടി ഒന്ന് കുറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് മുന്നേ ഞാൻ ഫിഷ് നേരെയാക്കുന്നതിന് മുന്നേ ആദ്യം തന്നെ ഏപ്രിൽ ഒന്ന് ഇടട്ടെ. കുളിയൊക്കെ കഴിഞ്ഞതല്ലേ, ഇനി ഫിഷൊന്നും ക്ലീൻ ചെയ്യാൻ വയ്യ. ഫുൾ ക്ലീൻ ചെയ്തിട്ടാണ് വരിക. അതേ നമ്മുടെ നാട്ടിൽ നിന്ന് പൂരത്തിന് വാങ്ങിയ പുതിയ 2 ചട്ടി ഉണ്ടല്ലോ, അതിലൊരു ചട്ടിയെ ഫിഷിന് യൂസ് ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാം ക്ലീൻ ആക്കി അടിപൊളിയായിട്ടാണ് വരിക. അയലയും വാങ്ങിച്ചു, ഹൽവയും വാങ്ങിച്ചു. അയില ഫ്രീസറിൽ നേരെ കയറ്റി നാളെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഫിഷ് കറി, നല്ല തേങ്ങ ഒന്നും അരയ്ക്കാത്ത കുടംപുളിയിട്ട ഫിഷ് കറി. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ചെറുതായിട്ടൊരു ഡയറ്റ് പരിപാടി തുടങ്ങിയിരിക്കുകയാണ്. എനിക്കിത് തന്നെയാണോ പണിയെന്ന് ചോദിക്കും നിങ്ങളെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ഇതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. ഒരു കാര്യവും ഞാൻ യൂട്യൂബിൽ ഇടുന്നുമില്ല കേട്ടോ. പക്ഷേ എന്തിനാന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, നമുക്കൊരു എന്താ പറയുക, എത്രയൊക്കെ ബോഡി പോസിറ്റിവിറ്റി എന്ന് പറഞ്ഞാലും നമുക്ക് അതൊന്ന് കുറയ്ക്കുക എന്നുള്ളത് ഒരു ഭയങ്കര അത്യാവശ്യമാണ് ഹെൽത്തിന്. അത് മാത്രമല്ല, എന്ന് വെച്ച് നന്നായി ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് എവിടെയെങ്കിലും പോയാൽ പിന്നെ ഭക്ഷണം കഴിക്കാതിരിക്കാൻ പറ്റുമോ? പിന്നെ വെള്ളം കുടിച്ചാൽ തടിക്കണം ഞാനും, പിന്നെ ഇപ്പോൾ എന്ത് ചെയ്യാൻ, എനിക്കൊന്നും തന്നെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്ത് പറ്റാവുന്ന സ്ഥലത്ത് ഭക്ഷണം കഴിക്കാൻ, ബാക്കിയുള്ള സമയത്ത് കൺട്രോൾ ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ നല്ലോണം വെജിറ്റബിൾസും പ്രോട്ടീനിന് ഫിഷും കുറച്ച് റൈസും അങ്ങനെയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. എപ്പോൾ ഡയറ്റ് എടുക്കുമ്പോൾ ഇങ്ങനെ ഡയറ്റീഷ്യനെ കൺസൾട്ട് ചെയ്യും കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കതൊരു പ്രശ്നമാണ്. പ്രത്യേകിച്ചും ഇൻഫ്ലമേഷനും ഹോർമോണൽ ചേഞ്ചസും പ്രീ മെനോപ്പോസും ഒക്കെ അടുക്കുന്ന ഈ 40s കാര്യമാകുമ്പോൾ പിന്നെ പറയും വേണ്ടല്ലോ. തലയ്ക്ക് ഭ്രാന്ത് പിടിക്കാൻ വേറെ എവിടേക്കും പോണ്ട. നമ്മളിങ്ങനെ പറയും 40s ന്യൂ 20s എന്നൊക്കെ പറയുമെങ്കിലും മനസ്സുകൊണ്ടേണ് അത് പറയാൻ പറ്റുള്ളൂ. ഫിസിക്കലി നമുക്ക് എത്രയായാലും ആ ഒരു പ്രശ്നങ്ങളൊക്കെ നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കും. പക്ഷെ അതിന് ഏറ്റവും നല്ലതാണ് ഈ ഒരു എക്സസൈസും സംഭവങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ നേരം കൊണ്ട് എൻ്റെ ചോറും ഫിഷ് കറിയും നല്ല ബീട്രൂട്ട് ഉപ്പേരിയും ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ കഴിക്കട്ടെ. അപ്പോൾ ഇതാ സത്യം പറഞ്ഞാൽ എസ്തെറ്റിക് ലുക്കൊക്കെ നോക്കി പണ്ടൊക്കെ ഇങ്ങനെ എപ്പോഴും മാറ്റിയിരുന്നു. പിന്നെ ഈ ചട്ടി ഇതൊക്കെ ഞാൻ തന്നെ കഴുകണ്ടേന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ ആ ലുക്കൊക്കെ ഒന്ന് അവിടെ മാറ്റി. രമേശേട്ടാ ചിരിക്കുന്നത് എന്താ വെച്ചാൽ, വെയിങ് മെഷീൻ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഫുഡ് അളക്കുന്നത്. 80 ഗ്രാംസ് ഓഫ് റൈസ് ഒക്കെ വെച്ച്. എന്ത് കഴിച്ചാലും തടിക്കാത്ത ആളുകൾക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. അഹങ്കാരം അല്ലാതെ എന്താ. എനിക്ക് ഭയങ്കര അസൂയാണ് കേട്ടോ. അടുത്ത ജന്മത്തിലെങ്കിലും എന്ത് ഭക്ഷണം കഴിച്ചാലും തടിക്കാത്തൊരു ദേഹമാണെങ്കിൽ അടിപൊളി.